ഇന്ന് ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് സ്വർണ്ണപ്പാളി പ്രദർശിപ്പിച്ച് നിരവധി പേരിൽ നിന്നാണ് പണപ്പിരിവ് നടത്തിയിട്ടുള്ളത്, പണം തട്ടിയിട്ടുള്ളത് എന്ന് വിജിലൻസ് ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടല്ലേ? തീർച്ചയായും വിനിഷ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ മുതൽ തന്നെ ദേവസ്വം വിജിലൻസിന് വലിയ ദുരൂഹതകൾ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയതും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് നടൻ ജയറാം ഉൾപ്പെടെയുള്ളവരെ ഏത് രീതിയിലാണ് കബളിപ്പിച്ച് അവിടെ ശ്രീകോവിലിൻ്റെ, അതായത് ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലാണ് എന്ന് പറഞ്ഞൊക്കെ അവിടെ ഈ സ്വർണ്ണപ്പാളി എത്തിച്ച് പൂജ നടത്തിയത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ നിരവധി പേരെയാണ് ഈ രീതിയിൽ തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുള്ളത്. അതും ഈ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. ഇതിൽ കൂടുതൽ തെളിവുകൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ഒരു തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സഹായിയെയും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഇതിൽ ഇനിയും ഒരു വ്യക്തത കൈവരിക്കേണ്ടതുണ്ട്. കാരണം ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ അത് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളൊരു സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അത് വരും മണിക്കൂറുകളിൽ നമുക്ക് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പ്രത്യേകിച്ചും അയാളുടെ ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷിക്കുന്ന ഒരു രീതിയിലേക്ക് ദേവസ്വം വിജിലൻസിൻ്റെ നടപടികൾ, നീക്കങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. കാരണം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തോതിൽ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 30 കോടിയോളം രൂപ ഇതിൻ്റെ ഭാഗമായി തന്നെ ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതിനകം തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും കൃത്യമായ രീതിയിൽ തന്നെ ശേഖരിക്കുന്നുണ്ട്. ഏതായാലും ഇതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരിക്കണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഏതായാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ദേവസ്വം വിജിലൻസ് കൃത്യമായ രീതിയിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളതിൽ തർക്കമില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും 2019 സ്വർണ്ണപ്പാളിക ഇവിടെ നിന്നും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ മറ്റൊരു ഇടത്ത് വെച്ച് ഇത് പ്രദർശനം നടത്തുന്നു. അതിനു പുറമെ ബംഗളൂരുവിൽ എത്തിച്ചുകൊണ്ട് അവിടുത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇത് പ്രദർശിപ്പിക്കുന്നു. അത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഈ ഒരു ചോദ്യം ചെയ്യൽ നിർണായകമാണ് എന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസും പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ദേവസ്വം വിജിലൻസ് ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വിനിഷ, ശരി.